വീട് എന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷ നൽകുന്ന, താമസിക്കാൻ പറ്റുന്ന ഒരിടം. അതിനപ്പുറം പിരമിഡ് പോലെ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടോ? ഞാൻ ഈടെ ഒരു വീട്ടിൽ പോയി, 2-3 വർഷമായി എന്നെ വിളിക്കുന്നു. അതിൻ്റെ ഫലമായി ഒരു വീട്ടിയപ്പോൾ പോയതാണ്. അപ്പോൾ മതിലൊന്നും നിർമ്മിച്ചിട്ടില്ല, അങ്ങനെ തുറന്നു കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു മതിൽ കെട്ടണം, ഇവിടെയൊക്കെ നല്ല നല്ല മരങ്ങൾ വെക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പൈസ ഒന്നുമില്ല, മോളെ കല്യാണം അയക്കണം. പാവം, ഹയറാവട്ടെ എന്നൊക്കെ വേർന്നു ഞാൻ. പക്ഷെ വീട്ടിൻ്റെ അകത്തൊക്കെ കയറിയപ്പോഴാണ് ഓരോ സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടാവും എന്നറിയാമോ? ലഭ്യമാകുന്ന എല്ലാ അലങ്കാരങ്ങളും ആ വീട്ടിലുണ്ട്. വാസ്തുദേശം എന്തിനാണ്? കൈ കഴുകി പോരാൻ. അത് തെറിക്കാതിരിക്കാൻ പറ്റുന്നൊരു സംവിധാനം വേണം. പക്ഷെ അവിടെ വെച്ചിട്ടുള്ള അലങ്കാരപ്പണികൾ മാത്രം ഒന്ന് വിലയിരുത്തിയാൽ അത് തന്നെ ഉണ്ടാവും നല്ല ലക്ഷത്തിന്. അപ്പം ജീവിതം മൊത്തം എന്തിന് ചെലവഴിച്ചു? ഒരു വീട് വെക്കാൻ. ഈ ബോധത്തിലേക്ക് പലരെയും കണ്ട് നമ്മുടെ മക്കളെത്തുമ്പോൾ തിരുത്താൻ കഴിയണം നമുക്ക്. കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ്റെ ജന്മം മൊത്തം ചെലവഴിക്കുന്നത് എന്തിനാണ്? ഒരു വീട് വെക്കാൻ. വീടൊക്കെ വെച്ച് കുറേ കടക്കായി സന്തോഷത്തിൽ താമസിക്കണം വീട്ടിൽ. പരിശുദ്ധ ഖുർആനിൽ വീടിനെ കുറിച്ച് ഒരു സമയത്ത് പറയണത് മസ്കൻ എന്നാണ്. സക്കന എന്ന് പറഞ്ഞാൽ ആശ്വാസമായി എന്നർത്ഥം. മസ്കൻ എന്ന് പറഞ്ഞാൽ ആശ്വാസം കിട്ടേണ്ട ഇടം, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഇടം. നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു വീടിൽ മേലക്ക് നോക്കി കൊത്തുപണികളും അലങ്കാരങ്ങളും പല ജാതി ആർട്ട് വർക്കുകളൊക്കെ കാണുമ്പോൾ ഒരു രക്ഷിതാവിന് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉടമസ്ഥന് സമാധാനവും സന്തോഷമായിരിക്കുമോ? അതോ ജപ്തിക്കാരെന്നാ വരിക എന്നുള്ള രീതിയിലുള്ള ആശങ്കയോ? അപ്പം ടെൻഷൻ സ്വയം നമ്മൾ ഏറ്റെടുക്കുകയാണ്. കുറേ നമുക്ക് സമയം നോക്കാൻ വേണമെങ്കിൽ ഒരു വാച്ച് വേണം. അതൊരു 7 ലക്ഷം 8 ലക്ഷത്തിൻ്റെ ഒരു വാച്ച് നമ്മളൊരു സുഹൃത്ത് കെട്ടുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ നല്ലത് കെട്ടണം എന്ന് തീരുമാനിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? 8 ലക്ഷത്തിൻ്റെ വാച്ച് കെട്ടാൻ പറ്റുന്നവൻ കെട്ടട്ടെ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യണ്ട. ആ 8 ലക്ഷത്തിൻ്റെ വാച്ചിനും റോഡ് സൈഡിൽ നിന്ന് 50 രൂപക്ക് നമ്മൾ വാങ്ങുന്ന വാച്ചിലും ഒരേ സമയമാണ് ഉണ്ടാവുക. അയൽവാസിയുടെ കല്യാണം വളരെ ഗംഭീരമായിരുന്നു, അയാളത് നടത്തട്ടെ, എനിക്കതിനൊന്നും പറ്റൂല, കഷ്ടിച്ചൊരു കല്യാണമുള്ളൂ. വീട്ടുകാരെ മൊത്തം പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ പ്ലാന്. അത് പോരാന്നവർ വാശി പിടിക്കുന്നു. കർക്കശമായി തിരുത്താൻ രക്ഷിതാവ് എന്ന രീതിയിൽ നമുക്ക് സാധിക്കണം. കല്യാണം കഴിയുമ്പോഴേക്ക് 8-10 ലക്ഷം രൂപ കടം വരെ ഈ അഹങ്കാരത്തിന് മാത്രം. സ്വർണം വാങ്ങുന്നതാണെങ്കിൽ നമ്മുടെ മകൾക്കൊരു ഇൻവെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അവരുടെ ജീവിതത്തെ തന്നെ കൈപിടിച്ചുയർത്താൻ ചിലപ്പോൾ ആഭരണങ്ങൾ കൊണ്ട് സാധിച്ചേക്കും. ഇതല്ല, 4 ദിവസം രാത്രി കല്യാണം നടത്താൻ വേണ്ടി പൊടിച്ച കണക്കാണ് ഞാനീ പറഞ്ഞത്. സന്തോഷത്തിൽ മോളെ ഇറക്കുന്ന സമയത്ത് പുറത്ത് സന്തോഷം കാട്ടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കൂടിക്കിടക്കുന്ന കടത്തെക്കുറിച്ചുള്ള ആശങ്ക വരുന്ന പിതാവ്, അയാൾക്ക് എന്താണ് മാനസികമായിട്ട് സന്തോഷം കിട്ടുക? അപ്പൊ ജീവിതത്തെ യഥാവിധി മനസ്സിലാക്കാതെ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്തെക്കുറിച്ച് നമുക്കറിയാം. അവിടുന്ന് പറഞ്ഞു, ആവശ്യങ്ങളുടെ ഉപയോഗം, ആവശ്യത്തിനുള്ള ഉപയോഗം, അതുവഴിയാണ് നമ്മുടെ ജീവിതം വേണ്ടത് എന്ന് പല ഹദീസുകളിലൂടെ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് മനോഹരമായി ലളിതമായൊരു വീട്ടിൽ അവർക്ക് കടന്നുറങ്ങാൻ പറ്റിയത്. നുബുവത്തിൻ്റെ ഭവനത്തിൽ പലപ്പോഴും അടുപ്പ് പുകഞ്ഞില്ലെന്ന് മഹദിയ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ഞങ്ങളുടെ ജീവിതത്തെ നിലനിർത്തിയത് ഏതാനും കാരക്കകളും പച്ചവെള്ളമായിരുന്നു എന്ന് മഹദി വിശദീകരിക്കുന്നുണ്ട്. ഏതാനും കാരക്കയും പച്ചവെള്ളവും. അത് സുലഭമായിട്ട് തിന്നാണ്ടോ? ഇല്ലേ. നന്നായിട്ട് വെള്ളം കുടിക്കാനുണ്ടോ? അതുമില്ല. നല്ല കാരക്കെന്നാ പോരെ 4 കിലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. 2-3 ചീളൊക്കെ ആയിരിക്കും അവരന്ന് ഓഹരി വെച്ച് കഴിക്കുന്നത്. അതിൻ്റെയൊക്കെ ശേഷം പ്രതാപത്തിലേക്ക് എത്തി. ദുനിയാവിൻ്റെ സന്തോഷങ്ങളൊന്നും സ്വീകരിച്ചാൽ ആഖിറം പരാജയപ്പെടുമെന്ന് പരിശുദ്ധ മതം ഒരിക്കലും പറയണമെന്നില്ല. ചില ദർശനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, നമുക്കറിയാമല്ലോ. കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ ജീവിച്ച് തീരണം, അങ്ങനെ ചില മതങ്ങൾ കാണാം നമുക്ക്. എന്തിന്? കൊടുന്തടുത്ത ഉത്തരേന്ത്യയിൽ എല്ല് തുളക്കുന്ന
തണുപ്പ് വരുമ്പോൾ പോലും ഒരു കുപ്പായിട്ടൂട മോചനത്തിന് മോക്ഷത്തിന് എന്ന് സിദ്ധാന്തിക്കുന്ന ചില സംഘങ്ങളുണ്ട്. അതൊന്നും പരിശുദ്ധ ഇസ്ലാം പറയണില്ലേ. എന്നല്ല ബ്രഹ്മചര്യം സന്യാസം പോലെയുള്ള സംഗതികളെ ശക്തമായി മതം വിരോധിക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ദുന്യാവിന് വേണ്ടി മാത്രം ഒരു ജീവിതം എന്ന് വന്നാൽ, മഹാനായ മൊയ്തീൻ ഷേഖ് തങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വാക്യമുണ്ട്. ദുന്യാവിനെ നിന്റെ കയ്യിലാക്കാം, പണം വേണേൽ നിന്റെ പോക്കറ്റിലിട്ടോളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചോളൂ, പക്ഷെ കൽബിലേക്ക് പണം വരരുത്. പണം വെക്കേണ്ടത് പോക്കറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലോക്കർ കൊണ്ടുവച്ചോ, അല്ലെങ്കിൽ സെൽഫിൽ നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചോ. എന്ന് വെച്ചാൽ ആവശ്യത്തിന് പണം ഉപയോഗിക്കണം, അതിനുവേണ്ടി പണം സ്വരൂക്കൂട്ടുകയും വേണം. പക്ഷെ മനസ്സിൽ പണം വെച്ചുള്ള വിഷയം പണം 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 എന്നുള്ളതാവും ജീവിതം. അഹങ്കാരം അലങ്കാരം എന്നതാവും നമ്മുടെ ചിന്ത. അങ്ങനെ വരുമ്പോൾ തോറ്റും, മാനസികമായി വലിയ സമ്മർദ്ദം വരും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈയിടെ ഒരു കണക്കെടുപ്പിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരിൽ പെടുന്ന ഒരാൾ തോക്കെടുത്തിട്ട് സ്വയം വെടിവെക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു പോയാൽ ഇനി അയാളെ കയ്യിൽ വല്ല അപാകങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ സങ്കല്പിക്കുക. അതിനൊക്കെ പരിഹാരങ്ങളില്ലേ. ചിലപ്പോൾ ടാക്സ് അടക്കേണ്ടി വരും, ചിലപ്പോൾ കോടതിയിൽ പോവേണ്ടി വരും. ജീവിതത്തിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചു വന്ന സന്തോഷത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് ജീവിത നൈരാശ്യം കൊണ്ട് ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നവർ ചില്ലറക്കാരും സാധാരണക്കാരൊന്നുമല്ല. അവരാണ് ഭേദം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ പ്രധാന പണക്കാരിൽ പെടുന്ന ഒരാൾ, ഇന്ത്യയിൽ ഉടനീളവും വിദേശത്തും ബിസിനസ് ശൃംഖലകൾ നിരവധിയുള്ള ഒരാൾ, കോടാനക്കോടി ആസ്തിയുള്ളയാൾ, ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കാൻ വരുന്നു. അതൊക്കെ സ്വാഭാവികമായിരിക്കും. ആ ഒരു ചെറിയ പ്രഷറിനെ അതിജീവിക്കാൻ മൂപ്പർക്ക് പറ്റണില്ല. അയാൾ പിസ്റ്റൾ എടുക്കുന്നു, സ്വന്തമായി തലക്ക് വെടിവെക്കുന്നു. ഇങ്ങനെ തീർക്കേണ്ടതാണോ ജീവിതം? ഇതാണ് കേരളക്കാരൻ പ്രത്യേകിച്ചും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദം. പ്രണയം കൊണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. അനശ്വരതയുടെ പ്രണയ നായകനെ കുറിച്ച് നമുക്കറിയാം. അറബി കവിതയിലെ ഉമ്രുൽ ഖൈസ്. അയാൾ ഭ്രാന്തനായി. എന്തുകൊണ്ട്? മാനസികമായി അയാൾ തോറ്റു തൊപ്പിയിട്ടു. എന്തുകൊണ്ട്? പ്രണയം മൂത്തിട്ട്. ഈ ലൈല വലിയ മനോഹരിയൊന്നും അല്ലായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ. അതാണ് ഏറ്റവും വലിയ കൗതുകം. ജീവിതം ഭ്രാന്ത് പിടിച്ച് നശിപ്പിച്ച മനുഷ്യൻ പ്രണയിച്ച അയാളുടെ പ്രയസ് അത്ര മനോഹരിയൊന്നും അല്ലായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ. ആ ലൈലയെ ഒരു രാജാവ് കെട്ടിക്കൊണ്ടുപോയിട്ട് എവിടെയാണെന്നറിയാത്ത ലൈലയെ തേടി ലൈലാന്നും പറഞ്ഞിട്ട് ഇമ്രുൽ ഖൈസ് സഞ്ചരിച്ചു എന്നാണ്. അവസാന രാജാവിൻ്റെ കൊട്ടാരം അയാൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. ആ കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിൽ അടിച്ചുകൊണ്ട് ലൈല ലൈല ലൈലാന്നും പറഞ്ഞിട്ട് അയാൾ ജീവിതാന്ത്യം വരെ തീർത്തു എന്നാണ്. എന്ത് നേടി? എന്ത് നേടി? ഈയിടെ നമ്മൾ കേട്ടിട്ടുണ്ട്, കൂട്ടുകാരിയുടെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. കൂട്ടുകാരി എന്നൊക്കെ മനോഹരമായിട്ട് പറയണം. അഫയറിൻ്റെ വീട്ടിലെത്തുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. അവൾ ബാത്റൂമിൽ പോയിന്നാണ്. പുറത്തിറങ്ങി വന്നപ്പോൾ ഇവളുടെ തന്നെ ഷാളിൽ കെട്ടിത്തൂങ്ങി ആടുന്നു. ഇതാണോ മനോഹരമായൊരു ജീവിതം? ഇങ്ങനെയാണോ ഇത് അവസാനിക്കേണ്ടത്, തീർക്കേണ്ടത്? നമ്മളറിയുന്ന പരിചയത്തിലുള്ള ബന്ധുക്കളിലുള്ള കുട്ടികളുടെയൊക്കെ മനസ്സിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, കുറേ ഗവൺമെൻറ് വരുത്തുന്ന സമ്മർദ്ദം. ഇപ്പം നീറ്റ് പരീക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്ര ആത്മഹത്യയാണ്. നീറ്റ് പരീക്ഷ ഇന്നും ആത്മഹത്യ എന്ന് പത്രത്തിൽ കോളം തുടങ്ങാൻ മാത്രമേ. നീറ്റ് പരീക്ഷയുടെ ആത്മഹത്യകൾ എന്ന് പറഞ്ഞ സ്പെഷ്യൽ കോളം. കെടുകാര്യസ്ഥത കൊണ്ട് അത് മാറ്റി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതുവരെ 1 വർഷം 2 വർഷം കുത്തിയിരുന്ന് പഠിച്ചവരുടെ പഠനം, അധ്വാനം, കൊടുത്ത ഫീസ് ഒക്കെ ഒരൊറ്റ തീരുമാനത്തോടുകൂടെ ആ പരീക്ഷ പുനഃപരീക്ഷ നടത്തണം എന്നുള്ള തീരുമാനത്തോടുകൂടെ ഇല്ലാതെയാവുന്നു. തുരുതുരാൻ മരിച്ചുകൊണ്ടിരിക്കുക. നോട്ട് നിരോധനം വന്നു. 500ഓളം ആളുകൾ ഇന്ത്യയിൽ മരിച്ചു എന്നാണ്. ആത്മഹത്യയും വരി നിന്നിട്ട് വീണതും. അത് പിന്നെ നമുക്ക് മാറ്റിവെക്കാം. എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുമ്പോഴേക്ക് ജീവിതം നശിപ്പിക്കുന്ന ഭ്രാന്താവുന്നൊരു തലത്തിലേക്ക് യുവത മാറുന്നു.
മാനസിക സമ്മർദ്ദങ്ങൾ കുറേ അവർ വരിക്കുന്നതാണ്. നല്ല വാഹനത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം, നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം. ഈ നല്ലത് വേണ്ട എന്നല്ല പറയണത്, പക്ഷെ അവർ നല്ലത് എന്ന് സങ്കല്പിക്കുന്ന ശരിക്കും ബാധ്യത വരുന്നൊരു ജീവിതം. വാഹനം, വീട്, വസ്ത്രം, ഡ്രസ്സ്, ഫോൺ. അല്ലോ എത്രയോ അധ്വാനിച്ചുകൊണ്ടിരിക്കുക ചില കുട്ടികൾ. ഈ ലീവിനൊക്കെ 2 മാസം സ്കൂൾ ലീവിന് കല്ല് ചുമക്കാൻ പോവുക. എന്തിനാണ്? ഒരു ഐഫോൺ വാങ്ങണം. ഐഫോൺ അല്ലാത്ത ഫോണിൽ വിളിച്ചാൽ ഫോൺ അവിടെ കിട്ടൂലേ? കിട്ടും. പിന്നെ ഐഫോണിൻ്റെ പ്രത്യേകത എന്താണ്? കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, എന്തിനാ ഫീച്ചേഴ്സ്? ഞാൻ പറഞ്ഞില്ല 5 മണിക്കൂർ ഡെയിലി തളഞ്ഞു നിൽക്കാൻ, 5-6 മണിക്കൂർ ഡെയിലി തോണ്ടി കളിക്കാൻ. അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഏറ്റവും പുതിയ ഫോൺ വന്നു, എന്നാൽ ഇനി അത് നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു പറ്റും എന്നതാണ് വിചാരം.